അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ അസൈൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അസൈൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെറ്റ് മീ റൈറ്റ് കോൺസ്റ്റന്റ് എ ഈക്വൽ ടു ഇതിനകത്ത് തന്നെ a:1 കോമ b:2 കോമ c:3 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതിനകത്ത് കോൺസ്റ്റന്റ് b ഈക്വൽ ടു d:4 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ a കോമ b, അത് ഞാൻ വേറൊരു കോൺസ്റ്റന്റ് സിയിലോട്ട് സേവ് ചെയ്യണം. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ കൺസോൾ ലോഗ് ഓഫ് സി ചെയ്യാണ്. ലെറ്റ് സി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. ഒബ്ജക്റ്റിൻ്റെ ഓ ക്യാപ്സ് ആയിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് d:4 എന്ന് പറയുന്നതും കൂടെ a:1 b:2 c:3യുടെ കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇനി വേറൊരു ഡൗട്ട്, ഈ b:dക്ക് പകരം ഞാനിവിടെ b:4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? കാരണം ഇവിടെ b:2 ഉണ്ട്, b:4 ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ b:2 എന്നുള്ളതിന് 2 എന്ന വാല്യൂ പ്രിസർവ് ആവോ 4 എന്ന വാല്യൂ പ്രിസർവ് ആവോ എന്നുള്ളത് നമുക്ക് നോക്കാം. റൺ ചെയ്യുമ്പം പ്രിസർവ് ആയിരിക്കുന്ന 4 എന്ന വാല്യൂ ആണ്. ഇനി ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കാം. ആദ്യം ബി പിന്നെ എ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടെ റൺ ചെയ്യുമ്പം C2 എന്ന് പറയുന്ന വാല്യൂ ആണ് പ്രിസർവ് ആയിരിക്കുന്നത്. കാരണം രണ്ടാമത് വന്നേക്കുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂവിന് രണ്ടാമത്തെ വാല്യൂ ഓവർ ആഡ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ കോൺസ്റ്റന്റ് d ഈക്വൽ ടു സ്നോ കോമ 34 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കോമ d ഇട്ട് കൊടുത്തു. അപ്പോൾ സ്നോ കോമ 34 കൂടെ അപ്പൻഡ് ആയിട്ട് വന്നു. ബേസിക്കലി വളരെ സിമ്പിളായിട്ടൊരു ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റിനകത്തുള്ള ഒരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷനാണ് അസൈൻ. അതൊരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അതിനകത്ത് നമുക്ക് പുതിയതായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് എല്ലാം കോപ്പി ചെയ്ത് വരും. ഇനി ചില കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യും. ഇനി സിമ്പിൾ ബ്രേസസ് കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്നോ ഈക്വൽ ടു 34 തന്നെ വരും. ദാറ്റ് മീൻസ് ഈ ഒരു വേയിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനും അസൈൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം പുതിയൊരു ഒബ്ജക്റ്റ് ആണ് അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ ഒരു സിമ്പിൾ ഡൗട്ട് കൂടെ ചെയ്യാം. d എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഞാൻ ലെറ്റ് ആക്കി. അതിനുശേഷം ഞാൻ പിന്നെ d ഒന്ന് റീഅസൈൻ ചെയ്യാണ്. സ്നോ -67 കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോഴും സ്നോ -34 തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. കാരണം നമ്മൾ ഇവിടെ അസൈനിന് മുമ്പുള്ള വാല്യൂ എന്താണ്? സ്നോ ഈക്വൽ ടു 34 ആണ്. അസൈൻ ചെയ്തതിന് ശേഷം ഡിക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചും അസൈൻ ആയി കിട്ടുന്ന സിക്കകത്ത് റിഫ്ലക്റ്റ് ഉള്ള. അപ്പോൾ അതിൻ്റെ മെമ്മറി അഡ്രസ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ട്യൂട്ടോറിയൽ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.